ഇന്ത്യയിൽ നിന്നും UAE-യിലേക്ക് വിലക്കേർപ്പെടുത്തിയിട്ട് 100 ദിനം പിന്നിട്ടിരിക്കുകയാണ്. പിന്നാലെ പ്രവാസികൾക്ക് UAE-യിലേക്ക് മടങ്ങാനുള്ള വഴി തുറക്കുകയാണ്. ഏറെ സന്തോഷം പകർന്നുകൊണ്ടാണ് പ്രവാസികൾക്കായി നിബന്ധനകളോടെ UAE വാതിൽ തുറക്കുന്നത്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ യാത്ര പുറപ്പെടും മുന്നേ കേട്ടിരിക്കണം. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. UAE ദേശീയ ദുരന്ത നിവാരണ സമിതി കഴിഞ്ഞ ദിവസം അനുവദിച്ച പുതിയ ഇളവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് വരാനൊരുങ്ങുന്നവർ ഇമിഗ്രേഷൻ അധികൃതരിൽ നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങിയിരിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. എമിറേറ്റ്സ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇത് സംബന്ധമായി വിവിധ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. UAE നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ യാത്രക്കാർ പാലിച്ചിട്ടുണ്ടോ എന്ന് വിമാന കമ്പനികളാണ് ഉറപ്പാക്കേണ്ടത്. പാലിക്കാത്തവരെ ഒരിക്കലും യാത്രയ്ക്ക് അനുവദിക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ദുബായ് വിസക്കാർ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വെബ്സൈറ്റിലും മറ്റുള്ളവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റിലുമാണ് അപേക്ഷ നൽകേണ്ടത്. UAE-യിൽ നിന്ന് COVID-19 പ്രതിരോധ കുത്തിവയ്പ് 2 ഡോസും പൂർത്തിയാക്കി 14 ദിവസം കഴിഞ്ഞ UAE താമസ വിസക്കാർക്കാണ് യാത്രാനുമതി നൽകുക. യാത്രക്കാരെല്ലാം 48 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതിയിരിക്കണം. കൂടാതെ ഇതിൽ QR കോഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. യാത്രയ്ക്ക് തൊട്ടു മുൻപ് വിമാനത്താവളത്തിൽ നിന്നെടുത്ത പരിശോധനയുടെ നെഗറ്റീവ് ഫലവും കയ്യിൽ കരുതിയിരിക്കണം. അതോടൊപ്പം തന്നെ വാക്സിൻ എടുത്തതും എടുക്കാത്തവരുമായ ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, മാനസിക പരിഗണന അർഹിക്കുന്നവർ തുടങ്ങിയവർക്കാണ് ഇന്നു മുതൽ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, നൈജീരിയ, ഉഗാണ്ട എന്നിവിടങ്ങളിൽ നിന്ന് UAE-യിലേക്ക് പറക്കാൻ സാധിക്കുക. മാസങ്ങൾക്ക് ശേഷം UAE-യിലേക്ക് തിരിച്ചു വരാനാകുന്നത് മലയാളികളടക്കം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്കും മറ്റു രാജ്യക്കാർക്കും ഏറെ ആശ്വാസമായിട്ടുണ്ട്. എങ്കിലും ചില നിബന്ധനകൾ പ്രവാസികളെ ആകെ കുഴയ്ക്കുകയാണ്. പലരും യാത്രയ്ക്കുള്ള പ്രാരംഭ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ യാത്രയ്ക്ക് മുമ്പ് നിയമങ്ങളും മാനദണ്ഡങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. കേരളത്തിൽ 4 രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ കോവിഡ് അതിവേഗ PCR പരിശോധനയ്ക്ക് സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങൾ റാപ്പിഡ് പരിശോധനയ്ക്ക് പൂർണ്ണ സജ്ജമാണ്. 2500 രൂപ, അതായത് 125 ദിർഹമാണ് പരിശോധനാ നിരക്ക്. ഇന്ത്യയിൽ 34 രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ റാപ്പിഡ് PCR പരിശോധനാ സംവിധാനം തയ്യാറായിട്ടുണ്ടെന്ന് ഇന്ത്യൻ എയർപോർട്ട് അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, മംഗളൂരു, അഹമ്മദാബാദ് എന്നിവിടങ്ങൾ ഉൾപ്പെടെയാണ് ഈ സംവിധാനം ഉള്ളത്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് പ്രവേശനാനുമതി ഉണ്ടോ എന്ന സംശയം പലരിലും ഉരുവായിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ല. എങ്കിലും UAE-യിൽ നിന്ന് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ആദ്യഘട്ടത്തിൽ തിരിച്ചുവരാനാകൂ എന്നാണ് ലഭ്യമാകുന്ന വിവരം. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, സാങ്കേതിക വിദഗ്ധർ, യൂണിവേഴ്സിറ്റി, കോളേജ്, സ്കൂൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, UAE ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, UAE-യിൽ ചികിത്സയ്ക്ക് വരുന്നവർ എന്നിവർക്ക് മാത്രം വാക്സിൻ സ്വീകരിച്ചിട്ടില്ലെങ്കിലും മടക്കയാത്ര സാധ്യമാകും. എയർ ഇന്ത്യ എക്സ്പ്രസ്, എമിറേറ്റ്സ്, ഇത്തിഹാദ് വിമാന കമ്പനികൾ ഇത് സംബന്ധിച്ച യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ തങ്ങളുടെ വെബ്സൈറ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.